ഇന്ന് മരണപ്പെട്ടില്ലേ പ്രിയപ്പെട്ട ജുനൈദ് ഫൈസി അരീക്കോട് പെരുമ്പറമ്പ്. അള്ളാഹുവേ റബ്ബ് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ഡിസംബർ 27 ഒരു വെള്ളിയാഴ്ച അപകടത്തിൽപ്പെട്ടതാണ് ജുനൈദ് ഫൈസിയും ജുനൈദ് ഫൈസിയുടെ പ്രിയപ്പെട്ട ഉറ്റ കൂട്ടുകാരൻ ഹാഫിള് നഈം ഫൈസിയും. നഈം ഫൈസി അന്നേ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി. ജുനൈദ് ഫൈസി അപകടത്തിൽപ്പെട്ട് വലിയ പ്രതീക്ഷയിലായിരുന്നു. തിരിച്ചു വരും ജീവിതത്തിലേക്ക് എന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ സന്ദർശിച്ച അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ സന്ദർശിച്ചു, പ്രതീക്ഷയുടെ വാക്കുകൾ പറഞ്ഞു. നഈം ഫൈസി ആ യാത്രയിലും മരണത്തെക്കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത് എന്നും പറഞ്ഞു. മദ്രസയിലെ മക്കളെ കുറിച്ചൊക്കെ അന്വേഷിച്ചു. നീ ഒരു സെൽഫി എടുക്ക്, മക്കൾക്ക് കാണിച്ചു കൊടുക്ക്, ഞാൻ മദ്രസയിലേക്ക് വരും എന്ന വിവരം അറിയിക്ക. അള്ളാഹുവിന്റെ വിധി മറിച്ചായിരുന്നു. അള്ളാഹുവേ, അവർ രണ്ടുപേരെയും അള്ളാഹു സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടട്ടെ. റജുലാനി തഹാബ്ബാ ഫില്ലാഹ് വജ്തമാ അലൈഹി വതഫറഖ അലൈഹി. അല്ലാഹുവിന് വേണ്ടി ഒന്നിച്ചവർ, അല്ലാഹുവിന് വേണ്ടി ഒരുമിച്ച് കൂടിയവർ, അതിനു വേണ്ടി പിരിഞ്ഞവർ. റബ്ബേ, അവർക്ക് രണ്ടുപേർക്കും ഉഖ്റവിയായ ശുഹദാക്കളുടെ ദറജ കൊടുക്കണേ അല്ലാഹ്. അവർ രണ്ടുപേരെയും നീ ആഖിറത്തിലും സന്തോഷത്തിലാക്കണേ റബ്ബേ. അല്ലാഹുവേ, അവരൊക്കെ പട്ടിക്കാട് ജാമ്യയിൽ നിന്ന് കഴിഞ്ഞ 5-ാം തീയതി സനദ് വാങ്ങേണ്ടവരായിരുന്നു. ആ നഈം ഫൈസിയുടെ സനദ് പ്രിയപ്പെട്ട ഉപ്പയാണ് ഏറ്റുവാങ്ങിയത്. അതൊക്കെ വല്ലാതെ കരളലിയിക്കുന്ന ചില രംഗങ്ങളാണ്. അള്ളാഹു ആ മക്കളെ കൊണ്ടൊക്കെ ആ കുടുംബത്തിനും എല്ലാ സന്തോഷവും നൽകട്ടെ. അവരുടെ സേവനങ്ങളൊക്കെ ആഖിറത്തിലേക്ക് അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. അങ്ങനെയുള്ള ആപത്തുകളെ തൊട്ട്, അപകടങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ.